ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അങ്ങനെ റമദാൻ ഒന്നായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. നോമ്പ് തുറ കാര്യങ്ങളും. അപ്പോൾ നല്ലൊരു ഷേക്കും കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്, ചിക്കു ഷേക്ക്. അപ്പോൾ എന്തായാലും കിട്ടിയ ഷേക്കാണ്. അപ്പോൾ അതുപോലെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് കാണാനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോസായി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബൺ നിറച്ചതാണ് ഞാൻ ഇവിടെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അപ്പോൾ ഇതൊരു പഴയകാല ഒരു ഫില്ലിങ്സാണ്. ഇപ്പോഴും ഇതുപോലെ ഉണ്ടാക്കുന്നവർ അപൂർവമായിരിക്കും. എന്നാലും നമുക്കിതുപോലെ ഒന്ന് ആദ്യം തന്നെ ഉള്ളിയും പച്ചമുളകും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചോപ്പറിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് തേങ്ങയും ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു എഗ്ഗൊക്കെ നിറച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങാണ്. നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ ഇവിടെ കട്ട് ചെയ്തായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊന്നും വേണ്ട, എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു ഫില്ലിങ്ങും കൂടിയാണ്. പിന്നെ വേണ്ടത് നമുക്ക് മെയിനായിട്ട് തേങ്ങയാണ്. ഇപ്പോൾ ഞാൻ തേങ്ങ ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും മാത്രം മതിയാവും. അത് രണ്ടും ചേർത്ത് ഒന്ന് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ നല്ലോണം അരയേണ്ട ഒരു ചമ്മന്തി, ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കണ്ട. അപ്പോഴത്തേക്ക് നമുക്ക് എഗ്ഗും കൂടി ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ബോയിൽ ചെയ്ത എഗ്ഗാണ് നമുക്ക് ആവശ്യം. നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകുമ്പോൾ ഇനി നമുക്ക് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് അല്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അല്പം ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ തേങ്ങയിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഈ അല്പം ഉപ്പാണ് ഈ ഉള്ളിയിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നല്ലോണം വഴന്ന് വരണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് നമുക്ക് ഈ തേങ്ങയും കൂടി ഒതുക്കി വെച്ച തേങ്ങയും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളാക്കി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫില്ലിംഗ് ആണ്. ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതുപോലെ വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. അതവിടെ മാറ്റി വെക്കാൻ തണുക്കാനായി. ഇപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം കൂടി ഒരു സ്നാക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നല്ല കഴുകി വെച്ച് കുതിർത്ത ഈത്തപ്പഴമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല അലിഞ്ഞ രൂപത്തിലുള്ളത് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് മാത്രം മതിയാവും. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് കറക്കിയെടുക്കാം, നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ജസ്റ്റ് ഇതൊരു ബോൾസ് രൂപത്തിലേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് കറക്റ്റ് ഇതിൻ്റെ പരുവം. ഇതേപോലെ എടുത്ത് ഇതുപോലെ നമുക്കൊരു ബോൾസ് ആക്കാൻ പറ്റണം. അപ്പോൾ ഇതൊന്ന് മൈദയുടെ കൂട്ടിലേക്ക് ഡിപ്പ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതിനുള്ള മാവ് നമുക്ക് ഇതാക്കിയെടുക്കാം, മൈദ എടുക്കാം. അപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദ മാത്രമാണ് യൂസ് ചെയ്യുന്നതുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് 1 കപ്പ് മൈദ മതിയാവും. ഇതിലേക്ക് അല്പം ഉപ്പും കുറച്ച് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു എഗ്ഗ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എഗ്ഗ് ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഉപയോഗിച്ച് നമുക്ക് നല്ല ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ലൂസാവേണ്ട, നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പരുവത്തിലേക്ക് നമുക്കിതുപോലെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈത്തപ്പഴത്തിന് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ലാസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബന്ന് നിറക്കാം. അപ്പോൾ അതിനുള്ള ബന്നാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറിയ ബന്നായതുകൊണ്ട് തന്നെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്കൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബണ്ണ് മാത്രമായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ബണ്ണ് മാത്രമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ശാലോ ഫ്രൈ പോലെ ഇത് നമുക്ക് എല്ലാവിടെയും ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ അതിനായി ഞാൻ ഫ്രൈ പാനിലേക്ക് അല്പം ഓയിൽ ഉപയോഗിച്ചാണ് ഇതിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ വശവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്തിട്ടും അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ബണ്ണ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫില്ല് ചെയ്താൽ അപ്പോൾ ആ ചൂടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാൻ കഴിയും. ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഈ തേങ്ങയുടെ മിക്സ് കൂടി വെക്കാം. അതിന് ശേഷം നമുക്ക് എഗ്ഗിൻ്റെ ഒരു പകുതി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സായി. നമുക്ക് ഇതേ ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ മൊത്തം ബന്നും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈത്തപ്പഴം ബോൾസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൈദയിലേക്ക് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന 2 സ്നാക്സാണ് ഞാൻ ഇപ്പം കാണിച്ചത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അധികം ടൈമൊന്നും ഇതിനാവശ്യമില്ല. നല്ല ടേസ്റ്റിയായ നല്ലൊരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്നാക്സ്. നമ്മുടെ ഈത്തപ്പഴം ബോൾസും കൂടി എല്ലാം കൂടി ഫ്രൈ ചെയ്ത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫിഷ് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് മീൻ കറി വെക്കാൻ ഫ്രൈ ചെയ്യാനുള്ള ഫിഷാണ്. അപ്പോൾ ഇത് അത്താഴത്തിനൊക്കെയുള്ള ഫിഷാണ്. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കത്തില്ല. സാധാ മീൻ കറി ഇവിടെ മാങ്ങയൊക്കെ ഇട്ടുള്ള മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒറോട്ടിയാണ് അടുത്തത് ചുടുന്നത്. പൊറോട്ടയും ബീഫ് കറിയാണ് നമുക്ക് ഫുഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് കറിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചില്ല. ബീഫ് കറി അവിടെ റെഡിയാക്കി. അപ്പം അതിനിടയിൽ ഞാനിവിടെ ഒറോട്ടിയും കൂടി ചുട്ടെടുക്കുകയാണ്. നമ്മൾ ഒറോട്ടിയൊക്കെ അവിടെ റെഡിയായി. ബീഫ് കറി അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഓട്സാണ്. ഇപ്പോൾ നല്ല ഫൈനായിട്ട് ഓട്സ് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ലൂസായ രീതിയിൽ നമുക്ക് കുടിക്കാനുള്ള ഓട്സ് കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ഷീണമൊക്കെ നോമ്പിന് മാറ്റാം. അതുകൂടാതെ തന്നെ നേരിയരും ചെറുപയറൊരു പരിപ്പും കൂടിയിട്ടുള്ള ഒരു കഞ്ഞിയും കൂടിയാണ്. അപ്പോൾ അതും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് വേണമെങ്കിൽ പിന്നെ കാണിക്കാം. പിന്നെ നല്ലൊരു ഷേക്കാണ്. ഇനി ചിക്കു ഷേക്കാണ് ഇവിടെ ഞാൻ അടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ചിക്കുവാണിത്. അപ്പോൾ അതിട്ട് കൊടുക്കുക ജാറിലേക്ക്. അതിലേക്ക് ഇതുപോലെ കട്ട പാൽ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ 2 ടീസ്പൂൺ ബൂസ്റ്റ് പൊടി കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ബൂസ്റ്റ് പൊടിയും കൂട്ടി ഇട്ടിട്ട് നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഷേക്ക് രൂപത്തിൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം പാൽ കൂടി ലൂസായ പാൽ കൂടി ചേർത്ത് കൊടുത്താൽ നമുക്കൊരു ജ്യൂസ് രൂപത്തിലേക്കും കൂടി ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഒരു അലങ്കാരത്തിനും നല്ല ടേസ്റ്റിക്കും വേണ്ടി ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ റെഡിയായി. അപ്പോൾ ഇത് ഹീറ്റായിട്ടുള്ളൊരു മടുക്ക് പത്തിലാണ്. അപ്പോൾ ഇതിൽ ഞാൻ റെസിപ്പി കാണിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം കൂടി എടുക്കുമ്പോഴേക്ക് നല്ല ടൈം പോവും. അപ്പോൾ ഇതും കൂടി അതിനിടയിൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നോമ്പ് തുറ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് അത്താഴത്തിലുള്ള ചോറ് നമ്മളിവിടെ റെഡിയാക്കുന്നുണ്ട്. സാധാ ചോറും അങ്ങനെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റമദാൻ ഒന്നിലെ നമ്മുടെ വിശേഷങ്ങളും ഐറ്റംസുകളും റെസിപ്പികളൊക്കെ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണും. അതിൽ ഓൾ വേണം എനേബിൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇനി റമദാനിലെ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ എല്ലാ ദിവസവും നമുക്ക് വീഡിയോസ് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസുമായി വ്ളോഗുകളായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം ബ്രോ പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.